ഏത് ശ്ലോകം വരെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഏത് ശ്ലോകമാണ് എത്തിയത്? അഭിജിത്ത് എന്നും പഠിക്കണ്ട്. എന്നും പഠിക്കണ്ട്. ഇപ്പൊ 4 ശ്ലോകം പഠിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഈ ശ്ലോകത്തിലായിരുന്നു പുഷ്പൻജി. നമ്മൾ വായിച്ചത് 61 വായിച്ചു കഴിഞ്ഞു അല്ലേ? വായിച്ചു. നമ്മള് 62 വായിച്ചു അല്ലേ? വായിച്ചു. ആർക്കൊക്കെ ദേഷ്യം വരും? എനിക്ക് ഇടക്കിടക്ക് അച്ഛനോടും അമ്മയോടും ദേഷ്യം വരാറുണ്ട്. അതെന്താ ദേഷ്യം വരുന്നേ? പഠിക്കാൻ പറയുമ്പോഴോ? അച്ഛനും അമ്മയും എന്നെ പിച്ചാല് അടിച്ചാല് അപ്പൊ എനിക്ക് ദേഷ്യം വരും. അടിക്കുന്ന എന്തിനാ? പറഞ്ഞ അനുസരിക്കാൻ. അപ്പം എന്താ അതിന്റെ റീസൺ വന്നപ്പോ എന്താ പറ്റിയത്? പറഞ്ഞ അനുസരിച്ചില്ല. അടിക്കുന്നതും അമ്മയും അച്ഛനും അടിക്കുന്നതും പിച്ചുന്നതും ഒക്കെ ഗുഡായിട്ട് വളരാനാ. ബാഡ് എന്തെങ്കിലും ചെയ്താൽ ഗുഡായിട്ട് വളരാനാ. ഓക്കെ. അപ്പൊ നമുക്ക് അടി എലിമിനേറ്റ് ചെയ്യണം അല്ലേ? ഒഴിവാക്കണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നന്നായിരിക്കണം. നന്നായിരിക്കണം. വെരി ഗുഡ്. അങ്കിള് അന്നത്തെ ഫ്രൈഡേയില് പറഞ്ഞില്ലേ പ്രഹ്ലാദിന്റെ അച്ഛൻ എങ്ങനെയാ ബാഡ് ആയെന്ന് പറയുന്നത്? അതാണ് പറയാന്ന് പറഞ്ഞിരുന്നേ അല്ലേ? ഓക്കെ. അങ്കിൾ അങ്ങ് മറന്നുപോയി. പറയാം. ഓക്കെ, കഥ പറയാം. ഓക്കട്ടെ. അപ്പം നമ്മള് രണ്ടാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകം നമ്മൾ എടുത്തിരുന്നു. മനോജി നോക്കിയായിരുന്നോ? മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മൾ റെഗുലർ ആയിട്ട് എടുത്തപ്പോ പഠിച്ചിരുന്നോ? ഇല്ല, ശ്ലോകം വായിച്ചു വന്നപ്പം ഇടയ്ക്ക് വന്നുള്ളൂ. അപ്പം ഇടയ്ക്ക് വന്നത് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വീണ്ടും ആ ശ്ലോകം വരുന്നു. ഓക്കെ, പഴയ പറഞ്ഞ കഥകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഈ ശ്ലോകത്തിനെ വീണ്ടും കൊണ്ടുവരികയാണ്. ഓക്കെ ഓക്കെ. അപ്പോ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ നേരത്തെ സെലക്ട് ശ്ലോകം പഠിച്ചപ്പോൾ ഓർമ്മ വന്നിട്ടുള്ള കഥകൾ ഉണ്ടെങ്കിൽ പറയാം. രണ്ടാമത്തെ അധ്യായം, സെക്കൻഡ് ചാപ്റ്റർ, ശ്ലോക നമ്പർ 63. സെക്കൻഡ് ചാപ്റ്റർ, ശ്ലോക നമ്പർ 63. 59 നമ്മൾ വായിച്ചിരുന്നു. 58 വായിച്ചുള്ളൂ. 58 ആണോ വായിച്ചത്? 59 വായിച്ചില്ല. 59 16 വായിച്ചില്ല. പക്ഷെ 62 വായിച്ചില്ലേ? ഇല്ല ഇല്ല ഇല്ല, നിർത്തിയത്. പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടില്ല. 58 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, 58 നമുക്ക് നോക്കട്ടെ, വായിക്കാം. 58 കഴിഞ്ഞു. 58 കഴിഞ്ഞു. 58 ഇനി വരേണ്ടത് അല്ലേ? യഥാസംഹരദേച്ചായം പൂർണ്ണോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠ. നമ്മളിത് വായിച്ചു കഴിഞ്ഞു. ഇനി വിഷയാവിനിവർത്തതേ നിരാഹാരസ്യ ദേഹിനക രസവർജം രസോ അപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അപ്പൊ ഒരാളുടെ മനസ്സിനെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 60-ാമത്തെ ശ്ലോകം വരുമ്പോൾ
യതദോഹി അപി കൗന്ദേയ പുരുഷസ്യ വിപച്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാ ഇന്ദ്രിയങ്ങൾ? സെൻസസ് എന്താണ്? അടക്കമില്ലാത്തവയാണ്, കരുത്തുള്ളവയാണ്. അർജുന, അവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. അപ്പൊ നമ്മള് 59 വായിച്ചു. 60 നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, അപ്പം 63 അവിടെ നിൽക്കട്ടെ. 59 നമ്മൾ വായിച്ചു. ഓക്കെ. വിഷയാവിനിവർത്തതേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോ അപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അപ്പൊ അതിന്റെ നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം? നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ വിജയം കൈവരിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. യതദോഹി അപി കൗന്ദേയ പുരുഷസ്യ വിപച്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. അപ്പം ഇന്ന് 63 അവിടെ നിന്നിട്ട് നമുക്ക് 60 പോവാം അല്ലേ? ഓക്കെ. 60 ഗോവിന്ദ് 60 ആണേ. 60 നമ്മൾ എടുത്തിട്ടില്ല. അപ്പം 60 നേരത്തെ എടുത്തിട്ടില്ല അല്ലേ? അപ്പം ഇത് നമ്മൾ വീണ്ടും വലിയൊരു സബ്ജക്റ്റ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെറുതായിട്ട് ചിന്തിച്ചാൽ മതി, പക്ഷെ വലിയ റിസൾട്ട് തരുന്നതാണ്. മുട്ടൻ ഹിമാലയൻ റിസൾട്ട് തരുന്ന ഒരു ശ്ലോകമാണ് ഇത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് എന്തിനാണ്? ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ നന്നായിട്ട് ഒത്തിരി പഠിക്കാൻ. എന്തിനാ പഠിക്കുന്നത്? മറ്റവരോട് പറയണം. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവാൻ, റിയൽ സക്സസിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. ഒരു നമ്മുടെ ലിവിങ് മാനുവലാണ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ എന്താ പറയുന്നത്, എന്തെങ്കിലും എക്യുപ്മെന്റ് ആണെങ്കിലും ഒരു മൊബൈൽ ആണെങ്കിലും അത് തരുന്ന മൊബൈൽ അതിന്റെ ഇൻസ്ട്രുമെന്റിന്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ മാനുവല് റോങ് ആയിരിക്കുമോ? എന്തുകൊണ്ട് റോങ് ആയിരിക്കത്തില്ല? എങ്ങനെ നമുക്ക് വിശ്വസിക്കാം? ബിക്കോസ് ആ മാനുഫാക്ചറർ ആ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ള ഒരു ബുക്കാണ്, ഒരു ടെസ്റ്റാണ് ആ മാനുവൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അത് റോങ് ആവില്ല. കറക്റ്റ്. അതുപോലെ നമ്മുടെ ലൈഫ് നമ്മളെ ഭഗവാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ആ ലൈഫിനെ കൊണ്ടുപോകണമെന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്, ലൈഫ് മാനുവലാണ് എന്ത്? ഭഗവത്ഗീത. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കഥ പറഞ്ഞിരുന്നു. മരുഭൂമിയിൽ പോയപ്പോൾ ആ കുടത്തിലെ വെള്ളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നല്ലേ? അത് അദ്ദേഹം വിശ്വസിച്ചു. ഒരാളോടും ചോദിക്കാനില്ല ഇത് റോങ് ആണോ ഫാൾസ് ആണോ എന്നുള്ളത്, ഇല്ലേ? ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ആരോടും ചോദിക്കാനില്ലായിരുന്നു. പക്ഷേ അവിടെ ഒരു കുറിപ്പുണ്ടായിരുന്നു, ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഈ വെള്ളം നിങ്ങൾ ആ പൈപ്പിൽ ഒഴിക്കണം, പൈപ്പിൽ ഒഴിച്ചതിന് ശേഷം പമ്പ് ചെയ്യണം എന്നുള്ളത്, അല്ലേ? ഹാഫ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നടക്കത്തില്ല. കാര്യം ഹാഫ് ആവുമ്പം പൈപ്പ് നിറയത്തില്ല. അപ്പൊ പൈപ്പ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഫുൾ അദ്ദേഹം എത്രയോ ദിവസം അദ്ദേഹം അൺകോൺഷ്യസ് ആയിട്ട് കിടന്നിട്ട് പോലും അദ്ദേഹം
വെള്ളം ദാഹിച്ചിട്ട് പോലും, ടേസ്റ്റിയായിട്ട് പോലും വെള്ളം കുടിച്ചില്ല. ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ട് അദ്ദേഹം പൈപ്പ് വലിച്ചപ്പോൾ വെള്ളം ഒരുപാട് വന്നു, അല്ലേ? വീണ്ടും അദ്ദേഹം ഇഷ്ടം പോലെ കുടിച്ചിട്ട് വീണ്ടും ആ കുടം അത് എഴുതി, കുടത്തില് വെള്ളം നിറച്ചു വെച്ചിട്ട് വീണ്ടും അത് അടച്ചു വെച്ചിട്ട് ആ പേപ്പർ അതിന്റെ പുറത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു സെന്റൻസും കൂടെ എഴുതി ചേർത്തു. എന്താണ്? Believe me, it will work. ബിലീവ് മീ ഇറ്റ് വിൽ വർക്ക്, അല്ലേ? അതുപോലെ ഭഗവത്ഗീത നമ്മുടെ ലൈഫിന്റെ ഒരു മാനുവലാണ്. ആ ലൈഫ് മാനുവല് വിത്തൗട്ട് എനി ഡൗട്ട് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് ബിക്കം സക്സസ്. അപ്പൊ ആ സക്സസിന് വേണ്ടിയിട്ട് ഇനി നമ്മുടെ സെൻസസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഐസ്ക്രീം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഐസ്ക്രീം വന്നു കഴിഞ്ഞാലും എനിക്കത് വേണ്ട, ഞാൻ ഇന്ന് കഴിക്കില്ല. എങ്ങനെ ആ മനസ്സിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അങ്കളെ ആ ഞാന് ഒരു ഇപ്പൊ ഒരു ഐസ്ക്രീം ഞാന് വേണ്ടാന്ന് ഇന്ന് തീരുമാനിച്ചു. പക്ഷെ എത്ര 12 ഐസ്ക്രീം വന്നാലും 100 ഐസ്ക്രീം വന്നാലും കഴിക്കത്തില്ല നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനൊരു വാനില കൊണ്ടുവന്നാലോ? ഞാനൊരു വാനില കൊണ്ടുവന്നാലോ? കഴിക്കുമോ? അത് വാനില നമ്മൾ ഡിസൈഡ് ചെയ്തല്ല കഴിക്കത്തില്ല എന്ന്. അത് നമ്മള് ഡിസൈഡ് ചെയ്ത ഐസ്ക്രീം കഴിക്കത്തില്ല എന്നല്ലേ? വാനില കൊണ്ടുവന്ന അല്ല, ഞാൻ വാനില ഐസ്ക്രീം കൊണ്ടുവരാം. അപ്പൊ കഴിക്കത്തില്ല. വാനില കൊണ്ടുവന്ന കഴിക്കും, പക്ഷെ വാനില ഐസ്ക്രീം കൊണ്ടുവന്ന കഴിക്കത്തില്ല. വെരി ഗുഡ്. അതാണ് ഡിസിഷൻ. നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ കൺഫേംഡ്, സീലടിച്ചു, കൺഫേംഡ്, ഞാൻ ഇന്ന് കഴിക്കില്ല, അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ സെൻസസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യാം? ആ ശ്ലോകത്തിലോട്ട് നമുക്ക് വരുന്നു. ഭഗവത്ഗീത അധ്യായം ചാപ്റ്റർ 2 ശ്ലോകം നമ്പർ 60 യതതോ ഹി അഭി കൗന്ദേയ യതതോ ഹി അഭി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ പുരുഷസ്യ വിഭജിതഃ യതതോ ഹി അഭി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ യതതോ ഹി അഭി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ ഹരന്തി പ്രസഭം മനഃ യതതോ ഹി അഭി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ ഹരേ കൃഷ്ണ. ഇതിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ്: കൗന്ദേയ, ഹേ കൗന്ദീപുത്ര, യതത അഭി യത്നിക്കുന്നവനായാലും, വിവച്ഛിതഃ തിരിച്ചറിയാൻ കഴിവുള്ള, പുരുഷസ്യ പുരുഷന്റെയും, മനഃ മനസ്സിനെ, പ്രമാധീനി ശോഭകാരികളായ, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ, പ്രസഭം ബലാത്കാരേണ, ഹരന്തിഹി കവർന്നെടുക്കുക തന്നെ ചെയ്യും. ഇതിന്റെ വിവർത്തനം ലക്ഷ്മി വായിക്കാൻ പറ്റുമോ?
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലക്ഷ്മി കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്തു, പക്ഷെ കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. കേൾക്കുന്നു. ട്രാൻസ്ലേഷൻ അതെ, ട്രാൻസ്ലേഷൻ. The senses are so strong and impetuous, O Arjuna, that they forcibly carry away the mind even of a man of discrimination who is endeavoring to control them. Hare Krishna. The senses are so strong and impetuous, O Arjuna, that they forcibly carry away the mind even of a man of discrimination who is endeavoring to control them. വിവർത്തനം മലയാളത്തിൽ ആർക്ക് വായിക്കാൻ പറ്റും? വായിച്ചു. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. വളരെ പ്രയാസമാണ്. ഇന്ന് മൊബൈൽ നോക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അച്ഛനും അമ്മയും ഒന്നും മാറുമ്പോ പതുക്കെ മൊബൈലിലോട്ട് പോകും. ഭയങ്കര പ്രയാസമാണ് നമ്മുടെ സെൻസസിനെ കൺട്രോൾ ചെയ്യാൻ. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മൈൻഡ് എല്ലാം മൊബൈലിലാണ്. ടെക്സ്റ്റ് ബുക്കിലോട്ട് വരുന്നതേ ഇല്ല. എക്സാമാണ്. ആ എക്സാം ഐ നോ വെരി വെൽ, എല്ലാം എനിക്കറിയാം. ഒരു ഇത്തിരി നേരം മൊബൈലോട്ട് ഞാനൊന്ന് നോക്കട്ടെ, ചെറിയ ഗെയിം കളിച്ചോട്ടെ. നീ പഠിച്ചു? ഓ, എല്ലാം പഠിച്ചു. 100%. ഓക്കെ. ഞാന് ഇടക്ക് സ്കൂളിലിരിക്കും. എന്നിട്ട് അതെല്ലാം കഴിച്ച് പഠിച്ചു കഴിയുമ്പോ ഞാൻ അച്ഛനോട് പോയി പറയും, ഇനി ഇത്ര നേരം ഞാൻ ഗെയിം നോക്കിക്കോട്ടെ. അപ്പം പഠിച്ചു എന്നുള്ളതല്ല അവിടെ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് കൂടുതൽ കളിക്കാനും ഗെയിം കളിക്കാനും ഒക്കെ ഇഷ്ടം. ക്ലാസ്സിലേക്ക് ഒട്ടും ഇഷ്ടമല്ല. അതാ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു എന്നുള്ളതല്ല വിഷയം. നമ്മുടെ ചിന്തകളെല്ലാം നമ്മൾ എന്തുകൊണ്ട് എന്തിന് എത്രയും പെട്ടെന്ന് പഠിച്ചു തീർത്തു? നമ്മുടെ ചിന്തകളെല്ലാം നമ്മൾ ആ സ്മാർട്ട് ഫോണിലാണ്. നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ ഗെയിമിലാണ്. അപ്പം പറഞ്ഞു വന്നത്, സെൻസസിനെ കൺട്രോൾ ചെയ്യാൻ ടു ഡിഫിക്കൽട്ട് because senses are too stronger than our intelligence. Correct? So the senses are so strong and impetuous, O Arjuna. Arjunan ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ അർജുനോട് പറയുന്ന ആൻസർ ആണ്, ഓ അർജുന, that they forcibly carry away the mind even of a man of discrimination who is endeavoring to control them. പക്ഷേ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് കൺട്രോൾ ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. വി ക്യാൻ ഡു ദാറ്റ് വൺ. സോ അതിനാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ. ജാൻവി, ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോൾ യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി
പ്രമാഥീനി ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഹരന്തി പ്രസവം മനഃ. അഥർകൃഷ്ണൻ വായിച്ചു. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. പ്രസഭം മനഃ. വെരി ഗുഡ്, വെരി ഗുഡ്. ലക്ഷ്മി. ततो ह्यपि कौन्तेय पुरुषस्य विपश्चितः इन्द्रियाणि प्रमादीनि हरन्ति प्रसभं मनः. വെരി ഗുഡ്. രാഹുൽ. यततो हि अपि कौन्तेय पुरुषस्य विपश्चितः इन्द्रियाणि प्रमादीनि हरन्ति प्रसभं मनः. ഓക്കെ, അനവി വായിച്ചു. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഓക്കെ. അഭിനവ്. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഋഷികേശ്. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഓക്കെ, വെരി ഗുഡ്. നിവേദ്. यततो हि अपि कौन्तेय पुरुषस्य विपश्चितः इन्द्रियाणि प्रमादीनि हरन्ति प्रसभं मनः. വെരി ഗുഡ്. ഗോവിന്ദ്. यतोहि हि अपि कौन्तेय पुरुषस्य विपश्चिता इन्द्रियाणि प्रमादीनि हरन्ति प्रसभं मनः. വെരി ഗുഡ്. ഇനി വായിക്കാനുള്ളത് രാഹി. രാശി. യതതോ യതതോ ഹി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഹരേ കൃഷ്ണ. ബ്രഹ്മി. വായിച്ചോളൂ. രണ്ടാമത്തെ അധ്യായത്തിൽ 60ാമത്തെ ശ്ലോകം, 60th ശ്ലോകം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ദ്രിയ യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ.
മനഃ. വെരി ഗുഡ്. പ്രീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യദോഹി അഭി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാഖി രാശി അച്ഛനെന്തിയെ ചെല്ലാൻ പറയൂ. യദോഹ്യപി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. വെരി ഗുഡ്. അമ്മ എവിടെ? പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം. വെരി ഗുഡ്. വെരി ഗുഡ്. മനോജി. यदतो हि अपि कौन्तेय पुरुषस्य विभजितः इन्द्रियाणि प्रमादीनि हरन्ति प्रसभं मनः. വെരി ഗുഡ്. മൈക്ക് മ്യൂട്ട് ചെയ്തോ? എന്തേ? यदतो हि अपि कौन्तेय पुरुषस्य विभजितः इन्द्रियाणि प्रमादीनि हरन्ति प्रसभं मनः. വെരി ഗുഡ്. ഇനി അഭിജിത്ത് അച്ഛനെവിടെ? അച്ഛനെവിടെ ഉണ്ട്? ബേബിയെ ഉറക്കാൻ പോയിരിക്കാം. നോ പ്രോബ്ലം, നോ ഇഷ്യൂ. ഓക്കെ. അപ്പൊ ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. യതോ ഹി അഭി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. The senses are so strong and impervious, O Arjuna, that they forcefully carry away the mind even of a man of discrimination who is endeavoring to control them. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. ഹരേ കൃഷ്ണ. നമ്മള് ഒരു കാറിൽ കയറി. ഓക്കെ. നമ്മൾ അച്ഛന്റെ അമ്മയുടെ കൂടെ കാറിൽ പോവാണെന്ന് വിചാരിച്ചു. നമ്മൾ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്, അല്ലേ? ഇല്ലേ? നമുക്ക് ബാക്ക് സീറ്റ് ഇരുന്നുകൊണ്ട് ചാടാം, കളിക്കാം, ഇല്ലേ? എഴുന്നേറ്റ് എടുക്കാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം, അല്ലേ? Whatever we want. ഇല്ലേ? ശരിയല്ലേ? ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന അച്ഛനോ? വണ്ടിയിൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അച്ഛോ മുന്നേ എടുക്കാൻ പാടില്ല, നിക്കാൻ പാടില്ല, ജമ്പ് ചെയ്യാൻ പാടില്ല. സീറ്റ് ബെൽറ്റ് ഇട്ട് അനങ്ങാതെ ഇരുന്ന് അവിടെ വണ്ടി ഓടിക്കണം. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നു, ഇല്ലേ? നമ്മൾ ഫ്ലൈറ്റിൽ നാട്ടിലോട്ട് പോകുന്നു. ഫ്ലൈറ്റിൽ നല്ല അപകടം. കാരണം ഫ്ലൈറ്റിൽ പോകുമ്പോ നല്ല അപകടം. സീറ്റ് ബെൽറ്റ് ഇട്ടിൽ നമ്മളെ വീഴൂലേ? നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നു. ആ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന നമ്മള് എഴുന്നേക്കുന്നു, ചാടുന്നു, ഓടുന്നു, ഇടയ്ക്ക് ബാത്റൂമിലേക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വെള്ളം കുടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എഴുന്നേക്കുന്നു, കിടന്നുറങ്ങുന്നു, ഒക്കെ ചെയ്യുന്നു. നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ എല്ലാം ചെയ്യുന്നു. പക്ഷേ അതിലെ പൈലറ്റ് എന്ത് ചെയ്യും? He can do the things what we do. No, nothing.
nothing. എന്തുകൊണ്ട് കാരണം പോലീസ് കാരണം പൈലറ്റ് നേരെ അവിടെ ഇരുന്ന് എയറോപ്ലെയിൻ ഓടിക്കണം. ഇല്ലെങ്കിൽ എയറോപ്ലെയിൻ എന്തെങ്കിലും എഞ്ചിൻ പറ്റിയിട്ട് അത് താഴെ വീഴും. അപ്പം ടെക്നിക്കലി അല്ലെങ്കിൽ തത്വത്തിൽ അദ്ദേഹം ഹ്യൂമൻ ബീയിങ് ആണ്, നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്. പക്ഷേ രണ്ടിന്റെയും ആക്ടിവിറ്റീസിൽ വ്യത്യാസമുണ്ട് അല്ലേ? ശരിയല്ലേ? നമ്മൾ പാസഞ്ചേഴ്സ് ആണ്, അദ്ദേഹം പൈലറ്റ് ആണ്, അല്ലെങ്കിൽ കാറിന്റെ ഡ്രൈവർ ആണ് അല്ലേ? നമ്മള് ഫ്രീ ആണ്, ഫ്രീ മൈൻഡ് ആണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല. കാര്യം അദ്ദേഹം ഡ്രൈവ് ചെയ്യുകയാണ്. എന്തിനെ ഡ്രൈവ് ചെയ്യുന്നു? അതായത് നമ്മള് കാറിനെ അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിനെ, ആ വിമാനത്തെ ഡ്രൈവ് ചെയ്യുകയാണ്, കൊണ്ടുപോവുകയാണ് അല്ലേ? അദ്ദേഹത്തിന് അതില് ഫോക്കസ് ചെയ്യണം. നമ്മള് ആര് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോവുകയാണ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ആരാണ് ട്രൂ ഡയറക്ഷനിൽ കൊണ്ടുപോകുന്നത് അതിനെ നമ്മൾ ഫോളോ ചെയ്യണം. പാസഞ്ചർ അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ആ ഡ്രൈവറിന് നിങ്ങൾ ചാടട്ടെ, നിങ്ങൾ കുടിക്കട്ടെ, നിങ്ങൾ തിന്നട്ടെ, വാട്ട് എവർ യു ഡു, പക്ഷേ ഐ കനോട്ട് ഇന്റർഫിയർ ഓർ ഐ കനോട്ട് എൻജോയ് വിത്ത് യു ബിക്കോസ് ഐ ഡ്രൈവ് യു. ഇതുപോലാണ് നമ്മള് ഒരു ഡ്രൈവറാണ്. ഈ മൈൻഡിന്റെ, ഈ ബോഡിയുടെ ഡ്രൈവറാണ് നമ്മൾ. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ട്രൂ ഡയറക്ഷനിലേക്കായിരിക്കണം. ഡയറക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആക്സിഡന്റ്, അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് റോങ് പ്ലേസിലേക്കായിരിക്കും അല്ലേ? either accident or reaching to wrong place. അപ്പോൾ ഇവിടെ നമ്മളെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ജീവിതത്തിൽ അത്യാവശ്യമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ, നമ്മുടെ സെൻസസിനെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ ലൈഫിൽ എത്തുകയുള്ളൂ. ബിക്കോസ് we all are drivers of the life. We all are the drivers of our body. Correct? Yes. അപ്പോൾ the controlling the senses is very, very, very urgent. Very, very, very essential things. Correct? അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അർജുന, മനസ്സ് കാറ്റിനെ പോലാണ്, വേഗത്തിലാണെങ്കിലും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ് ആവുകയുള്ളൂ. അതാണ് ഭഗവത്ഗീത നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞത്. കാര്യം നമ്മുടെ ലിവിങ് മാനുവലാണ്. പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാഥീനി ഹരന്തി പ്രസഭം മനഃ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളെ ബ്രീത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ബ്രീത്തിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻസസും നമ്മുടെ ഡ്രൈവിങ്ങിന് ഉപരിയായിട്ട് ജമ്പ് ചെയ്യത്തില്ല. നമ്മൾ എവിടാണോ സ്റ്റിയറിംഗ് പിടിക്കുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആ വീല് ഉരുണ്ടുരുണ്ടുരുണ്ടു പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഡയറക്ഷൻ, അതിന് ഇഷ്ടം പോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള, കുട്ടികൾക്ക് അറിയത്തില്ല, മണക്കൂ എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടായിരുന്നു അല്ലേ? ബാലരമയിലോ ബാലമംഗളത്തിലോ ഒക്കെ ആയിട്ട്. അതേപോലെ എവിടേക്കോ ഓടിപ്പോകും. മണക്കൂ എന്നാണ് തോന്നുന്നത്. ബാലരമയിലോ ബാലമംഗളത്തിലോ ഒക്കെ ഉള്ള പണ്ടത്തെ കഥകളാണ്. മക്കു കാർ, മക്കു, ഓക്കെ, കറക്റ്റ്. അങ്ങനെ എവിടേക്കോ ഓടിപ്പോകും. അപ്പം മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അതിന് ഫാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് അല്ലേ? ഇന്ന് നമ്മൾ എത്ര ബ്രീത്ത് ഇൻ എടുക്കും, ബ്രീത്ത് ഔട്ട് എടുക്കും?
എടുത്തതാ. എത്ര ബ്രീത്ത് ഇന്ന് എടുത്തോ ഇല്ലയോ? അതെ, എടുത്തില്ല. എടുക്കാൻ പോവാണ്. 14 അല്ല, നമുക്ക് 12 എടുക്കാം. 12. 12 + 2. 12 ആ 12 + 2. ഓക്കെ, അത് വേണ്ട. 12 വേണം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. 12 + 2. അഭിജിത്ത് 12 + 2. ഓക്കെ, +2. ആ +2 മീൻസ് ടോട്ടൽ 14. നമ്മൾ ഇംഗ്ലീഷ് ചെയ്തു. സിമ്പിൾ ടോട്ടൽ 40. അത്രയും ബ്രീത്ത് എടുത്താൽ ഒത്തിരി ആവും. അതുകൊണ്ട് ഓക്കെ, നമുക്ക് 12 നോക്കാം. 12 നോക്കിയിട്ട് പറ്റുമെങ്കിൽ മാത്രം +2. ഓക്കെ, പറ്റുവാണെങ്കിൽ 12 നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ അടുത്ത 2 എണ്ണം എടുക്കും. ഓക്കെ, അത് ബോണസ് പോയിന്റ്. 12 + 2 ബോണസ് പോയിന്റ്. ഓക്കെ, ഗ്രേസ്. ഓക്കെ, നമ്മളപ്പോൾ ബ്രീത്ത് ഇൻ എടുക്കുന്നു. ശരിക്കും നമ്മൾ എല്ലാ ബ്രീത്തും നമ്മൾ ഫ്രീ ആയിട്ട് ബോഡി വെച്ച് നിവർന്നിരുന്ന് നമ്മള് ബ്രീത്ത് ഉള്ളിലോട്ട് നമ്മുടെ പതുക്കെ ഒരേ തമ്മില് മേലോട്ട് എടുത്ത് ഇതിലൂടെ എടുക്കും, മൂക്കിലൂടെ എടുത്ത് നമ്മൾ താഴോട്ട് വിടും. എങ്ങനെ പുറത്തോട്ട് എങ്ങനെ വിടും? വായിലൂടെ പുറത്തോട്ട് വിടും. ആ പുറത്തോട്ട് വിടുന്ന എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നമ്മള് അങ്ങനെ നമ്മള് ഇന്ന് നമ്മള് 12 ബ്രീത്ത് എടുക്കും +2 ബോണസ് പോയിന്റ്. ഓക്കെ, 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എത്രണ്ണായി? 17 ആയോ? തീരുമാനിച്ചിട്ട് അറിയാതെ വെള്ളിലോട്ട് പോയി. നോക്കൂ, വെരി ഗുഡ് ആയില്ലേ? ഇപ്പൊ വെരി ഗുഡ് ആയി. ഇനി നമുക്ക് എനർജിയും ബുദ്ധിയും എല്ലാം കിട്ടും. നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്തു. ഇത് ബൂസ്റ്റിംഗ് ആണ്. നമ്മൾ ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വിട്ട് നമ്മൾ വി ബിക്കം ഡ്രൈവർ. എന്താണ്? ആരുടെ ഡ്രൈവർ? നമ്മുടെ ബോഡിയുടെ ഡ്രൈവർ ആവും. ഐസ്ക്രീം വേണ്ട. കാര്യം ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. എന്റെ കൊതിയല്ല, എന്റെ ക്രേസി അല്ല ഡ്രൈവ് ചെയ്യുന്നത്, എന്റെ ബുദ്ധിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ക്രേസി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാല് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞാലും ഐസ്ക്രീം കഴിക്കും. അല്ല, എന്റെ ഇന്റലിജന്റ് ആണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞാലും ഐസ്ക്രീം കഴിക്കില്ല. ഞാനിന്ന് സ്മാർട്ട് ഫോൺ നോക്കൂല എന്ന് പറഞ്ഞാൽ നോക്കൂല. പിന്നെ അതിനകത്ത് പിന്നെ അമ്മയടുത്ത് സത്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ വേർഡ്സ് വളരെ സ്ട്രോങ് ആണ്. അതാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. നമ്മുടെ ലൈഫ് ലോങ് അറ്റ് ദ എൻഡ് വേണ്ടത് നമ്മുടെ വേർഡിന്റെ സ്ട്രോങ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ പറയണം. ഇതാണ് 5S. നിങ്ങൾ കേട്ടിട്ടുണ്ടോ 5S എന്താണെന്നുള്ളത്? അചൽ കൃഷ്ണൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇതൊരു സോർട്ടിംഗ് പ്രോസസ്സാണ്. സെഗ്രിഗേഷണൽ പ്രോസസ്സാണ്. ഇതൊരു ഒഫീഷ്യൽ ലൈഫിലാണ്. ഇതൊരു ക്ലീനിങ് പ്രോസസ്സാണ്. ഇതൊരു റെക്കോർഡിംഗ് പ്രോസസ്സാണ്.
ഇതൊരു പ്രൊസീജിയർ ആണ് 5S. മനോജി കേൾക്കുന്നുണ്ടോ? 5S എന്ന് പറയുമ്പോൾ 5S ആ നമ്മൾ ഭഗവത്ഗീതയിൽ നിന്നെല്ലാം പോവുകയാണല്ലേ. എന്താണ് 5S? What 5S means? 5S. എന്താണ് 5S? 5S means ടൂൾസും പിന്നെ ബാഗും പിന്നെ യൂട്യൂബും. അതിന്റെ ടൂൾസും പിന്നെ യൂട്യൂബും ബാഗും. കാണിച്ചു. എന്താന്ന് മനസ്സിലായില്ല. അത് കൃത്യമായിട്ട് set in order, shine and stand in place. അതെ. The 5 in a 5S വർക്ക്പ്ലേസ് മാത്രമല്ല, നമ്മുടെ വീട്, നമ്മുടെ സ്റ്റഡി റൂം എല്ലാം. The 5 in a 5S workplace organizational and housekeeping methodology refers to 5 steps: sort, set in order, shine, standardize and sustain and safety should be in the honorary way. നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് അതിനൊരു അടുക്കും ചിട്ടയുണ്ടായിരിക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നതിനൊരു ഒരു മാർക്കിംഗ് ലെവൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് എല്ലാം ഒരുപോലെ ആയിരിക്കണം. നമ്മള് 3 മൈൻഡിൽ വരാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 3 ലൈക്കില് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പബ്ലിക് ലൈക്ക് എന്ന് പറഞ്ഞിരുന്നു, പ്രൈവറ്റ് ലൈക്ക് എന്ന് പറഞ്ഞിരുന്നു, സീക്രട്ട് ലൈക്ക് എന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും വരാൻ പാടില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്താണോ പഠിക്കുന്നത്, അത് തന്നെയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. മീൻ പ്രാക്ടിക്കൽ. അപ്പം പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്റലിജന്റ് ആയിരിക്കണം നമ്മുടെ ബോഡിയുടെ ഡ്രൈവർ, നമ്മുടെ സെൻസസിന്റെ ഡ്രൈവർ. ബി എ ഡ്രൈവർ, ബി എ ഗുഡ് ഡ്രൈവർ. അപ്പൊ ഡ്രൈവറുടെ സ്റ്റിയറിംഗിൽ നിന്ന് കൈ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആക്സിഡന്റ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ആക്സിഡന്റ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്നെടുത്ത ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സെക്കൻഡ് സ്റ്റെപ്പാണ് ദ മാനുവൽ, റീഡിങ് ദ മാനുവൽ, ഭഗവത്ഗീത വായിക്കുക എന്നുള്ളത്. ഇപ്പം ഹരേ കൃഷ്ണ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ് പറഞ്ഞത്? എന്തോ പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഈ ചോദ്യം എന്തായിരുന്നു? ചോദ്യം പ്രഹ്ലാദന്റെ ഹിരണ്യകശിപു എങ്ങനെയാ ബാഡ് ആയെന്ന്. ഹിരണ്യകശിപു എങ്ങനെയാണ് ബാഡ് ആയെന്ന് ലക്ഷ്മി സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യാമോ? എന്തോ സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യാമോ? ഷെയർ ഓഫ് ചെയ്യാം. ഒരു മിനിറ്റ്. എങ്ങനെ ഓഫ് ചെയ്യണം? ചില സമയത്ത് സ്റ്റോപ്പ് ഷെയർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, മാറിയില്ലേ? ഓക്കെ. അപ്പോൾ ഇതെന്താ എന്നെയാണോ സ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും 2 ബ്രദേഴ്സ് ആണ്, ഹിരണ്യകശിപു ആൻഡ് ഹിരണ്യാക്ഷൻ. ഇവർക്ക് എങ്ങനെയാണ് ബാഡ് ഹാബിറ്റ് കിട്ടിയെന്നാണ് പറയുന്നത് അല്ലേ? എങ്ങനെ കിട്ടിയിട്ടുണ്ടാവും? എങ്ങനെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ചിലര് എന്തെങ്കിലും ബാഡ് സ്വഭാവം എങ്ങനെ ബാഡ് സ്വഭാവം കിട്ടിയത്. അങ്ങനെ മറ്റവര് ഇടിക്കുന്ന കണ്ടിട്ട് ഞാനും ഇടിച്ചു തുടങ്ങി.
ഈ സിനിമയിലൊക്കെ ഞാന് ഈ സിനിമയില് ടിവിയില് ഞാൻ സിനിമ കാണുന്നുണ്ട്. അപ്പൊ അതില് ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇരിക്കും. ഓക്കെ, ശരി. നമ്മള് കുറച്ച് വെള്ളം എടുക്കുക. ഓക്കെ, കുറച്ച് വെള്ളം എടുക്കുക. ഓക്കെ, ഒരു ഗ്ലാസ്സില് വെള്ളം എടുത്തോ? എടുത്തല്ലോ? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു ഇല്ലേ? ആ ബ്രഹ്മയുടെ മുന്നിൽ ഗ്ലാസ് ഇരിക്കുന്നല്ലോ, വെള്ളമുണ്ടോ? അപ്പൊ മഗ്ഗില് വെള്ളം എടുത്തു ഇല്ലേ? മഗ്ഗിന്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടർ ഷേപ്പ്. ഓക്കെ, ഓക്കെ. ഈ മഗ്ഗിലെ വെള്ളത്തിനെ നമ്മള് ഒരു സ്ക്വയർ ടൈപ്പ് ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിക്കാമോ? ഒഴിച്ചു ഇല്ലേ? വെള്ളത്തിന്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ഷേപ്പ്. ആക്ച്വലി വെള്ളത്തിന്റെ ഷേപ്പ് എന്താണ്? ഷുവർ? 100% ഷുവർ? വെള്ളത്തിന് ഫോമില്ല, ആണോ? അപ്പോൾ നമ്മുടെ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ബോഡിയെ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ബോഡിയുടെ ലൈഫ് നിൽക്കുന്നത് ആത്മാവിലാണ്, സോളിലാണ്. ഓക്കെ, ഈ സോള് ഏത് ബോഡിയിൽ പോകുന്നു ആ ബോഡിയുടെ ഒരു ക്യാരക്ടർ കാണിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ കോൺഷ്യസ്, ഈ കോൺഷ്യസിനെ അനുസരിച്ചിട്ട് ഈ സോളിനെ നമ്മൾ ട്രാവൽ ചെയ്യും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതേപോലെ ആയിരിക്കും അടുത്ത ബർത്ത്. കണ്ടണേ അല്ലേ? നമ്മൾ ഏത് രീതിയിൽ പോകണം? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുക, ഞാൻ നടക്കുന്നില്ല, ഞാൻ 4 കാര്യം നടന്നു, എനിക്ക് 4 കാര്യം നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് നിന്നിട്ട് 4 കാര്യം നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ ഓക്കെ, ഭഗവാൻ തീരുമാനിക്കും. ഗോഡ് വിൽ ഡിസൈഡ്, കൃഷ്ണ വിൽ ഡിസൈഡ്. യു വാണ്ട് ടു വാക്ക് ബൈ യുവർ 4, സോ യു വിൽ ടേക്ക് നെക്സ്റ്റ് ബർത്ത് ആസ് എ ആനിമൽ. ഫ്ലിങ്. ഇതേയുള്ള കാര്യം. അപ്പൊ അടുത്ത ബർത്തില് നമ്മൾ ആനിമൽ ആവും. മനുഷ്യന് 4 legs ഇല്ല, മനുഷ്യന് 2 hands ഉം 2 legs മാത്രമേ 4 legs ഉള്ളൂ. പക്ഷെ ഭഗവാന് എന്ത് വേണമെന്നുണ്ടോ? 4 legs ഓ 4 hands ഓ എന്ത് വേണമെന്നുണ്ടോ? ഇനി നമ്മൾ എപ്പോഴും ഷൗട്ട് ചെയ്ത് ബാവു എന്ന് പറഞ്ഞ് നടക്കുന്നു. എന്ത് ചെയ്യും? ഇറ്റ് ഈസ് നോട്ട് ഇന്റലിജന്റ് ഫോർ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ ആംഗ്രി ആവാൻ പാടില്ല, ഷൗട്ട് ചെയ്യാൻ പാടില്ല, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വേണം, ബി ഇന്റലിജന്റ്. അപ്പൊ ഭഗവാൻ എന്ത് തീരുമാനിക്കും? നിനക്ക് എപ്പോഴും ഇങ്ങനെ ആരോടൊക്കെ വഴക്കടിച്ചിട്ട് അൺനെസസറി ആയിട്ട് ടോക്ക് ചെയ്ത് നടക്കണം. ഓക്കെ, യു വിൽ ബിക്കം ഡോഗ് ഇൻ നെക്സ്റ്റ് ബർത്ത്. ഫിനിഷ്. ഇപ്പൊ നമ്മൾക്ക് ഏത് ക്യാരക്ടർ ആണോ ആവശ്യം ആ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് ബർത്ത് വരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? വെള്ളത്തിന് ഷേപ്പില്ല. വെള്ളം ഏത് പാത്രത്തിലോട്ടാണോ പോകുന്നത് ആ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ആണ് വെള്ളത്തിന്റെ ഷേപ്പ് ഇല്ലേ? ഇവിടെ ഹിരണ്യകശിപുവിനും സംഭവിച്ചത് അങ്ങനെയാണ്. ഹിരണ്യകശിപു എന്ന ബോഡി ഡമണ്ടയാണ്. ഹിരണ്യകശിപു എന്ന ആളുടെ ബോഡി ആരുടെയാണ്? ഡമണ്ടയാണ്. ഡമൺ. അപ്പൊ ഡമണ്ട ക്യാരക്ടർ ഹിരണ്യകശിപു ചെയ്തു. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലേ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഡമണ്ട ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ബോഡിയിലാണ് ഹിരണ്യകശിപു കിട്ടിയത്. ഇനി എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ച് അതിനെ പിന്നൊരു സ്റ്റോറി ഉണ്ട്. വലിയൊരു സ്റ്റോറിയാണ്. ഓക്കെ, ആർക്കെങ്കിലും അറിയാമോ ആ കഥ?
ലക്ഷ്മി കഥ പറയാമോ? ഹിരണ്യകശിപുവിന്റെ കഥ. പ്രീതമാതാജി പറയാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും കഥ പറയാമോ? ജയവിജയന്മാരുടെ കഥ പറയാമോ? ഇല്ല പ്രഭു. ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും ഫോർമർ ബർത്ത് ജയ ആൻഡ് വിജയ, രണ്ട് പേരായി. ദേ ആർ ദ സെക്യൂരിറ്റി ഗാർഡ്. എവിടുത്തെ? വൈകുണ്ഠ ലോകത്തിലെ ഭഗവാന്റെ സെക്യൂരിറ്റി ഗാർഡായിരുന്നു ജയനും വിജയനും. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് പാർട്ട് നാടകത്തിന്റെ ഫസ്റ്റ് സീൻ കഴിഞ്ഞു. ദ സെക്കൻഡ് സീൻ, കർട്ടൻ വീണു, കർട്ടൻ പൊങ്ങി. 4 കൊച്ചു കുട്ടികൾ അവിടെ അപ്പിയറായി. 4 കുട്ടികൾ. ദേ ആർ വിയറിംഗ് ലങ്കോട്ടി ഉള്ളി. കൗബീനം മാത്രമാണ് ഇട്ടിരിക്കുന്നത്, കോണകം മാത്രം ഉടുത്തിരിക്കുന്നു. ഉടുപ്പില്ല, നിക്കറില്ല, ഒന്നുമില്ല. 4 കൊച്ചു കുട്ടികൾ കളിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ വന്നു. സെക്യൂരിറ്റി ഗാർഡ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവ മറുപടി പറയുന്നില്ല. അവർ സെക്യൂരിറ്റി ഗാർഡിനെ തള്ളി, ഞങ്ങൾക്ക് അകത്തോട്ട് പോകണം, നിങ്ങൾ അകത്തോട്ട് പോകാൻ പാടില്ല. അവിടെ ഫൈറ്റ് ചെയ്തു. അപ്പോഴെന്ത് ചെയ്തു ഈ കുട്ടികള്? അപ്പൊ ഈ കുട്ടികളുടെ പേര് സനത്ത്, സനക, സനന്ദ, സനാതന. They are the son of Lord Brahma. ബ്രഹ്മാവിന്റെ 4 മക്കളായിരുന്നു സനത്ത്, സനക, സനത്ത്, സനന്ദ, സനക, സനാതന. 4 കുട്ടികളായി. ബ്രഹ്മാവിന്റെ പുത്രന്മാരായിരുന്നു, മാനസപുത്രന്മാരായിരുന്നു സനത്ത്, സനന്ദ, സനക, സനാതന. 4 കുമാരന്മാരെന്ന് പറയും. ആരുടെ മക്കള്? ആരുടെ മക്കള്? ബ്രഹ്മാവിന്റെ മക്കള്. അവരെവിടെത്തി? വൈകുണ്ഠത്തെത്തി. ആരവിടെ പിന്നെ തടഞ്ഞു, ബ്ലോക്ക് ചെയ്തു? അവരെന്തിനാ വന്നത്? ഭഗവാനെ കാണാൻ. ഭഗവാനെ കാണാൻ, കൃഷ്ണനെ കാണാൻ. അപ്പം ഫസ്റ്റ് ലെസൺ, കൃഷ്ണനെ കാണാൻ ആര് ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാലും they will be get another bad life, very very sinful life. അതാണ് ഇവിടെ സംഭവിച്ചത്. സെക്യൂരിറ്റി ഗാർഡ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഈ സനന്ത്, സനക, സനാതന കുമാരന്മാര് കഴ്സ് ചെയ്തു, നിങ്ങൾ ഭൂമിയിൽ പോയി ജനിക്കട്ടെ എന്ന് പറഞ്ഞു. 1000 years. കൃഷ്ണൻ വന്നു, ഈ കുമാരന്മാരെ കണ്ടു, ഈ കുട്ടികളെ കണ്ടു, പിന്നെ അനുഗ്രഹിച്ചു. കുട്ടികൾ തിരിച്ച് സംസാരിച്ചു. അപ്പം ജയനും വിജയനും പറഞ്ഞു, സെക്യൂരിറ്റി ഗാർഡാണ് ഞാൻ, എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു, സാരമില്ല, നിങ്ങൾ ഡ്യൂട്ടിയാണ് ചെയ്തതെങ്കിലും എന്നെ കാണാൻ വന്ന ചെറിയ കുട്ടികളാണ്, അവരെന്റെ കുട്ടികളാണ്, എന്റെ ഡിവോട്ടീസ് ആണ്. ദേ ആർ ദ ഡിവോട്ടീസ്. അപ്പോൾ അവര് പറയുന്നതും മിസ്സാവത്തില്ല. അതുകൊണ്ട് 2 ഓപ്ഷൻ തരാം. നിങ്ങൾക്ക് മനുഷ്യജന്മം എന്തായാലും കഴ്സ് ചെയ്തു. അപ്പൊ ഈ മനുഷ്യജന്മം ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് നിങ്ങൾക്ക് ഭൂമിയില് ഗുഡ് ഫാമിലിയിൽ ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പം ജയനും വിജയനും പറഞ്ഞു, അയ്യോ പറ്റില്ല, ഇത്ര മില്യൺസ് ആൻഡ് മില്യൺസ് ഇയേഴ്സ് ഭൂമിയിൽ ഭഗവാനെ കാണാതെ ഞങ്ങൾ എങ്ങനെ താമസിക്കും? നടക്കില്ലെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പൊ 2ാമത്തെ ഒരു ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെറുതെ ഒരു 3 ബർത്ത് തരാം. പക്ഷെ ഭയങ്കര ബർത്തായിരിക്കും, ഡമൺ ആയിരിക്കും,
ഫൈറ്റ് ചെയ്യേണ്ടി വരും. അവർ പറഞ്ഞു നോ പ്രോബ്ലം, കാര്യം 3 ബർത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് അങ്ങയുടെ അടുത്തേക്ക് തിരിച്ച് വീണ്ടും വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ ഒരു ബർത്താണ് ഏത് ബർത്ത്? ഹിരണ്യകശിപു. ഡമണ്ട ബോഡി കൊടുത്തു. അവരാഗ്രഹിച്ചിട്ട് ആ ഡമണ്ട ബോഡി കൊടുത്തു. ഭഗവത്ഗീതയില് നമ്മള് നേരത്തെ പഠിച്ചിട്ടുണ്ട് ശ്ലോകം, യം യം ഭാവി സ്മരൻ ഭാവം തജിത്യന്തേ കളേവരം. രശ്മി, നമ്മള് അവസാന നിമിഷം എങ്ങനാണോ നമ്മുടെ ബ്രീത്ത്, നമ്മുടെ മനസ്സിൽ എന്താണോ ഓർമ്മ വരുന്നത്, നമ്മൾ എന്താണോ ഓർമ്മ വരുന്നത് അത് തന്നെ ആയിരിക്കും നെക്സ്റ്റ് ബർത്ത് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വേക്കപ്പില് അത് തന്നെ ആയിരിക്കും വരുന്നത് എന്ന് മനസ്സിലായില്ലേ? ബോഡി കളഞ്ഞു, അടുത്ത് നമ്മൾ ഉണരുന്നത് അടുത്ത ബോഡിയിലായിരിക്കും. ഒരു ബോഡി കളഞ്ഞു, നമ്മൾ ലാസ്റ്റ് ബ്രീത്ത് എടുത്ത് പോയി, ഒരു ബോഡി കഴിഞ്ഞു, അടുത്ത ബോഡിയിലോട്ട് പോകുന്നത് ലാസ്റ്റ് മൊമെന്റ് ബ്രീത്തിന്റെ കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടികളെടുത്ത് നമ്മൾ കിടക്കാൻ നേരത്ത് ഭഗവാനെ വിളിക്കണം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. അതുപോലെ നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് റിവ്യൂ ചെയ്യണം. ഞാൻ ഇന്ന് എന്താണ് പഠിച്ചത്? ഗെയിം കളിച്ചല്ല കിടന്നുറങ്ങേണ്ടത്. ഞാൻ ഇത്രയും നേരം വരെ പഠിച്ചു അച്ഛാ, ഞാൻ ഇത്രയും നേരം പഠിച്ചു അമ്മേ, ഞാൻ ഇത്തിരി ഗെയിം കളിച്ചോട്ടെ. ഗെയിം കളിച്ച് നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോവും. അവസാനം നമ്മൾ ഡ്രീം ചെയ്യുന്നത് ഗെയിമിലാണ്, നമ്മൾ ഡ്രീം ചെയ്യുന്നത് സ്പൈഡർമാനിലാണ്. നമ്മൾ ഇങ്ങനെ പറന്നു പോകും സ്പൈഡർമാനായിട്ട്. അവസാനം എവിടെയോ ഏതോ കടലിൽ ഇങ്ങനെ പോയിട്ട് ഹൗ ചാടി എഴുന്നേക്കും, ഞാൻ കടലിൽ വീണേന്ന് വെച്ച് പൊട്ടിക്കളഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്കും അല്ലേ? അതേസമയം സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെ പറയുന്ന അങ്ങനെ ചെയ്യരുതെന്ന. അപ്പൊ അതേസമയം നമ്മൾ പഠിച്ചത് നമ്മൾ കിടക്കുകയാണ്, നമ്മൾ റിവ്യൂ ചെയ്യാണ്. നമ്മൾ ഇത്ര സബ്ജക്ട് പഠിച്ചു, എന്താണ് പഠിച്ചത്, ഏത് പ്രിൻസിപ്പിൾസ് ആണ് പഠിച്ചത്, അത് നമ്മൾ അങ്ങനെ ഓർമ്മിച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് കിടന്ന നമ്മുടെ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ഫുള്ള് കൃഷ്ണനാണ്. ആ ലിറ്റിൽ കൃഷ്ണൻ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ആ ലിറ്റിൽ കൃഷ്ണനായിട്ട് നമ്മൾ കളിക്കും. ഓരോ വൃന്ദാവനം മൊത്തം നമ്മൾ കളിക്കും. രാവിലെ എഴുന്നേൽക്കുന്നതും ഭഗവാനെ കണ്ട് എന്നുള്ള ആ ഒരു ഡ്രീമിലായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. അതുപോലെ നമ്മൾ പഠിച്ച പാഠങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. രാവിലെ വളരെ ഫ്രഷ് ആയിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്നു. നമ്മൾ പഠിച്ചിട്ട് വിത്തൗട്ട് എനി ബ്ലോക്കേജ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു. മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഗോവിന്ദ്, എനി പോയിന്റ്സ്? ഒന്നുമില്ല. Now it is your time. Start. ഹരേ കൃഷ്ണ. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം ട്രൂ ആയിരുന്നോ ഫാൾസ് ആയിരുന്നോ? ഫസ്റ്റ് ഓഫ് ആൾ ട്രൂ തന്നെയാണ്, ഡൗട്ട് ഇല്ല? ഓക്കെ. ഇനി എന്താ പറയാനുള്ളത്? നിവേസ്, സംതിങ് ടു സ്പീക്ക്? എനിത്തിങ്? എന്തെങ്കിലും സബ്ജക്റ്റുമായിട്ട് വരണം, എന്തെങ്കിലും പോയിന്റ്സ് ആയിട്ട് വരണം. പോയിട്ടെ 2 മിനിറ്റ് 2 മിനിറ്റ് ചെറിയ പോയിന്റ്സ്. ആ 2 മിനിറ്റ് പോയിന്റ്സ് ആയിരിക്കും നമ്മളെ നമ്മുടെ ലൈഫിൽ മാറ്റിയെടുക്കുന്നത്. നമ്മുടെ ടേണിംഗ് സ്പോട്ട് ആ ഒരു 2 പോയിന്റ് മാത്രമായിരിക്കും. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മളെ ഡ്രൈവ് ചെയ്യണം. നമ്മൾ ഡ്രൈവറാണ്, ലൈഫിലെ ഡ്രൈവറാണ്. നമ്മൾ സ്റ്റിയറിംഗ് വിടാൻ പാടില്ല. കറക്റ്റ്? നമ്മുടെ ഡ്രൈവിംഗ് നമ്മുടെ ഇന്റലിജന്റ് ആണ്. ഓക്കെ? ഹരേ കൃഷ്ണ. എനി പോയിന്റ് ബ്രഹ്മി? എനിത്തിങ്? ഒന്നുമില്ല.
പേര് മറന്നുവല്ലോ. ജാൻവി. ജാൻവി ഉറങ്ങിയോ? ഓക്കെ. ജാൻവി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ് യെസ്, ഗുഡ് ഗുഡ്. സൂര്യനാണല്ലോ തലയിലിരിക്കുന്നത്. സൂര്യനല്ല, സൺഫ്ലവർ. സൺഫ്ലവർ ആണോ? സൺ അല്ലല്ലേ? ഓക്കെ, ഹരേ കൃഷ്ണ. പൂവാണല്ലേ? ഓക്കെ, ഹരേ കൃഷ്ണ. പൂവല്ല. ഓക്കെ. രാഖി, രാശി എന്തേ? പറയൂ. ഏട്ടൻ കഥ പറയും. ഏട്ടൻ കഥ പറയും. കുറച്ചോളൂ കഥ. ഓക്കെ. അപ്പോ ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു ആള് താമസിച്ചിരുന്നു. അയാള് കൃഷ്ണന്റെ അടുത്ത് ഭയങ്കര ഭക്തിയുള്ള ആളായിരുന്നു. അയാള് അടുത്ത് പോവും, കൃഷ്ണന്റെ കഥ കേൾക്കും, അതൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഒരു ദിവസം ഇയാളൊരു കഥ കേട്ടു. കൃഷ്ണൻ എന്താണ് ശ്ലോകം കേട്ടു. അതിങ്ങനെ അവര് പറഞ്ഞു കൊടുക്കുമായിരുന്നു. മറ്റേ അമ്പലത്തിൽ ഇങ്ങനെ പറയായിരുന്നു, ഞാൻ നീ ആരാണെന്ന് എനിക്കറിയാം, നീ എന്ത് ചെയ്യുന്നു, നീ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, നീ എന്ത് ചെയ്യുന്നു നീ എന്തിനു വന്നു എന്ന് എനിക്കറിയാം. അപ്പൊ ഇതെന്നും ഇങ്ങനെ രാത്രി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു കിടക്കും. അപ്പൊ ഒരു ദിവസം ഇയാളുടെ വീട്ടില് രാത്രി ഇയാൾ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോ ഒരു കള്ളൻ കയറി. ഇയാൾ ഇവിടെ കിടന്നുറങ്ങിയിട്ട് കിടക്കാൻ നേരത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ കള്ളൻ ആദ്യം, നീ ആരാണെന്ന് എനിക്കറിയാം. ഇയാള് വേഗം ഒരു അലമാറ അവിടെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. ലൈന്, നീ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ആകെ പേടിയായി. പെട്ടെന്ന് ഒളിച്ചിരുന്നിട്ട് എന്താണ് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കഥ മറ്റേ അത് എന്താണ് അലമാര തുറന്നു. ഇങ്ങനെ തുറന്നു പോയപ്പോഴത്തേനും അടുത്ത ലൈറ്റ്, നീ എന്തിനു ഇവിടെ വന്നു എന്ന് എനിക്കറിയാം. അപ്പൊ ആകെ പേടിയായിട്ട് ഇയാൾ ഇവിടുന്ന് ഓടിപ്പോയി. അപ്പൊ മോറൽ എന്താ വെച്ചാല്, നമ്മുടെ മനസ്സിൽ എപ്പോഴും കൃഷ്ണന് അടുത്തൊരു ഭക്തി ഉണ്ടാവണം. അത് രാവിലെ രാത്രി ആയാലും എപ്പോഴായാലും. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ സെയിം കഥ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മള് ലാസ്റ്റ് എന്താണ് മോറൽ സ്റ്റോറി എന്താ പറഞ്ഞത്? കൃഷ്ണന്റെ അടുത്ത് ഭക്തി ഉണ്ടാവണം. നമ്മള് വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പുരുഷോത്തമ മാസമാണെന്ന് പറഞ്ഞു. ഒരു ശ്ലോകം നമ്മൾ പഠിച്ചു ഇല്ലേ? ഏത് ശ്ലോകമാണ് പഠിച്ചത്? അത് ചൊല്ലുന്നുണ്ടോ എല്ലാവരും? ഇതൊക്കെ ചൊല്ലുന്നുണ്ട്. എനിക്ക് ഞാൻ 4 ശ്ലോകം പഠിച്ചു, അത് ചൊല്ലട്ടെ. ആദ്യത്തെ ഫുള്ളൊന്നും അറിയത്തില്ല, ഇത്രയോ കൊല്ലാം. തം തദാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. വെരി ഗുഡ്. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം ദശമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികനമർജുന. ത്രിയാമത്തെ പിന്നെ ക്ലൈവ്യം ആസ്മം ഗമപാർത്ഥ നൈതത്വയുപപദ്യത്തെ ശുദ്രം ഗൃദേ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. 4-ാമത്തെ ശ്രീ അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ
ഇത്രേ അറിയത്തുള്ളൂ. Very 4 good. ഫുൾ അറിയത്തില്ല. നോ ഫുൾ പ്രോബ്ലം. അറിയാം. വെരി ഗുഡ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്ലോകം പഠിച്ചു. പുരുഷോത്തമ മാസമാണെന്ന് പറഞ്ഞു. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ശ്ലോകമാണ്. നമ്മൾ എന്നും ചെല്ലണമെന്ന് പറഞ്ഞു. ചെല്ലുന്നുണ്ടോ? ഞാൻ ഇല്ലെന്നുണ്ട്. ഓക്കെ. ഓ ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേ ഈശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഗണശ്യാമം ത്രിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ദിവസവും ഇത് രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും സമയത്തോ ചെല്ലാം. ഓക്കെ. അങ്കിൾ അന്ന് മുരളി എന്താ അർത്ഥം എന്ന് പറഞ്ഞായിരുന്നു. അതെനിക്കറിയാം. കൃഷ്ണന്റെ ഓടക്കുയില്. വെരി ഗുഡ്. അപ്പം നമുക്ക് ഒന്നുകൂടെ ചെല്ലാം. റിപ്പീറ്റ് ചെയ്യണേ. ഓക്കെ. എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. എല്ലാവരുടെയും സൗണ്ട് വൈബ്രേഷൻ ആയിട്ട് കേൾക്കട്ടെ. ഓക്കെ. എല്ലാരും നിവേദ് അൺമ്യൂട്ട് ചെയ്തോളൂ. ഗോവർദ്ധനധരം വന്ദേ ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോപാലം ഗോപരൂപിണം ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേ ഈശാനാം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാം ദിവിശം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഇനി നമുക്ക് ഒരുമിച്ച് ചെല്ലാം. 1 2 3 4 സ്റ്റാർട്ട്. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേ ഈശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാം ദിവിജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് ഭഗവാനെ ഓർമ്മിക്കുന്നതാണ്. ഇത് എന്നും ചൊല്ലി നമ്മൾ വായിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കത്തിൽ നമ്മുടെ ഭഗവാൻ മനസ്സിലോട്ട് വരും. ഉറക്കത്തിൽ നമ്മുടെ കൃഷ്ണൻ നമ്മുടെ അടുത്തോട്ട് വരും. എത്ര സുഖമാണത് അല്ലേ? അപ്പോൾ എന്നും രാവിലെയും വൈകിട്ടുമോ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഈ ശ്ലോകം ചൊല്ലണം. ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? കണ്ടോൺ ചെയ്യാം. ഓക്കെ. അതിനു മുമ്പായിട്ട് മനോജിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ആദ്യം ചെയ്യാൻ പറ്റില്ല. ആദ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കത് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇപ്പൊ അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടണം. പക്ഷെ ആദ്യം അത് പറ്റില്ല. ആദ്യം അച്ഛനും ഒക്കെ പിടിക്കേണ്ട വരും. സൈക്കിളില് മറിഞ്ഞു വീഴും നിങ്ങൾ. അതൊക്കെ പറ്റും. പക്ഷെ രണ്ടാമത് നിങ്ങൾ സൈക്കിൾ ചവിട്ടുന്ന മനസ്സിൽ വിചാരിക്കണം. അതിനാണ് പറയാ ബിലീവ് ഇൻ യുവർ സെൽഫ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. അന്ന് ചെയ്യാൻ പറ്റും. ബിലീവ് ഇൻ യുവർ സെൽഫ് ചെയ്താൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്. ഗോവിന്ദൻ മെയിൽ അയച്ച് മെസ്സേജ് ഇട്ടിരുന്നു.
ഗോവിന്ദ് കൂട്ടായോ? ഗോവിന്ദ് വെരി ഗുഡ്. ഗോവിന്ദ് അയച്ചിരുന്നു. സെറ്റ് ഇൻ ഓർഡർ, ഷൈൻ, സ്റ്റാൻഡേർഡൈസ് ആൻഡ് സസ്റ്റെയിൻ. 5S. വെരി ഗുഡ്. 5S മീനിങ് സോർട്ട്, സെറ്റ് ഇൻ ഓർഡർ, ഷൈൻ, മനസ്സിലായി പ്രഭു. അല്ല, ലേറ്റസ്റ്റ് മെസ്സേജിന് എന്തോ വെച്ചായിരുന്നു. ലേറ്റസ്റ്റ് മെസ്സേജ് ഒരു മെസ്സേജിനെ ഇപ്പൊ വെച്ചായിരുന്നു. യൂഷ്വലി ഇപ്പൊ എന്റെ അമ്മ അത് ചെയ്യാറുണ്ട്. ഓക്കെ. ഓറഞ്ച് അല്ലേ? എന്താണ് അത്? നമ്മള് ഭഗവാന് സമർപ്പിക്കുന്നതാണ്. ഫ്രൂട്ട്സുകൾ നല്ലതാണ്. അത് കൊടുത്തിട്ട് ഭഗവാന് ഈ മന്ത്രം ചൊല്ലാം. ഓക്കെ, ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് ഫ്രൂട്ട്സ് വന്നിട്ട് ഇത് മാത്രമേ അറിയത്തുള്ളൂ. കായണ വാച മനസ്സേന്റെ അറിവ ബുദ്ധാത്മനാമ പ്രകൃതി സ്വഭാവ കരോമിയത്തിൽ സകലം നാരായണായ സമർപ്പയാമി അല്ലേ? സർവം നാരായണായ സമർപ്പയാമി. എല്ലാം സമർപ്പിച്ചോണ്ട് സർവം നാരായണായ സമർപ്പയാമി. അങ്ങനെ എനിക്ക് രഫോ അമ അപ്സു കൗണ്ട് അത് അറിഞ്ഞൂടാ, പഠിച്ചിട്ടില്ല. നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പം നല്ലതാണ്. അപ്പം നമ്മുടെ ഓർഡർ 5S കൂടി നമ്മുടെ ലൈഫില് ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഓർഡറായിട്ട് നമുക്ക് ചെയ്യാൻ തോന്നും, ഓട്ടോമാറ്റിക്കായിട്ട്. അതുപോലെ ഭഗവാന് ഈ പറയുന്നതിന്റെ കൂട്ട ഫ്രൂട്ട്സ് ഓഫർ ചെയ്യാം, റൈസ് ഓഫർ ചെയ്യാം. നമ്മൾ വെക്കുന്നത് ഭഗവാൻ എന്താണോ ഇഷ്ടം, ഏതും വെജിറ്റബിൾ ആയിട്ട് കുക്ക് ചെയ്യുന്നത് എന്തും ഭഗവാൻ ഓഫർ ചെയ്യാം. അത് ഭഗവാൻ കഴിച്ചിട്ട് നമ്മൾ അത് എടുക്കുമ്പം അത് പ്രസാദമായിട്ടും മാറും. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്ര സസ്യ നാമാന്യാനി കർമാപി ഏകം സസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ശാന്തി ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി. അപ്പൊ നമുക്ക് 1-2 അനൗൺസ്മെന്റ്. മനോജിയുടെ അച്ഛൻ, പുഷ്പൻജിയുടെ അമ്മ, അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രയാസങ്ങളൊന്നും കൊടുക്കരുതേ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ. ഓക്കേ സർ. ഹരേ കൃഷ്ണ. നിവേദ് എങ്ങനെയുണ്ട്? മഹാലക്ഷ്മിക്ക് കുഞ്ഞനിയത്തിക്ക് അപ്പം നിവേദിന്റെ കുഞ്ഞനിയത്തി ഇടയ്ക്ക് വെച്ച് 2-3 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഇപ്പൊ ഏകദേശം പഴയ ഇതിലോട്ട് വന്നു, പഴയ ആരോഗ്യത്തിലോട്ട് വന്നു. എങ്കിലും മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ടും നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഔ, എനിക്ക് വിശക്കുന്നു അല്ലേ? വെള്ളം ഭഗവത്ഗീതയിൽ ഇരുന്ന വിശക്കും, പക്ഷെ നമ്മള് എഴുന്നേറ്റ് പോകാൻ പാടില്ല അതിന്റെ ഇടയ്ക്ക്. കാരണം ഇതൊരു ക്ലാസ്സാ, അതിലിരുന്ന നമുക്ക് ബുദ്ധി കിട്ടും, അത്രേ ഉള്ളൂ. അച്ഛനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഹരേ കൃഷ്ണ. എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, തുടങ്ങാം. ഓക്കെ, തുടങ്ങാം അല്ലേ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ? ഓക്കെ. ഹരേ കൃഷ്ണ. ഗോവിന്ദ് ഹരേ കൃഷ്ണ, നിവേദ് ഹരേ കൃഷ്ണ, ആശൽ കൃഷ്ണ ഹരേ കൃഷ്ണ, ബ്രഹ്മി ഹരേ കൃഷ്ണ. ബ്രഹ്മിക്ക് ഉറക്കം വരുന്നു. ബ്രഹ്മി ഹരേ കൃഷ്ണ. ബ്രഹ്മീനിടയ്ക്ക് എന്താ സ്റ്റിച്ച് ചെയ്തേ? പടം വരച്ചോ? സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്തോ ചെയ്യുന്നതായിട്ട് കണ്ടു. അത് നഴ്സസ് ഡേക്ക് അമ്മ നഴ്സസ് ഡേക്ക് വരച്ചു കൊടുക്കുക. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഹരേ കൃഷ്ണ.
ഋഷികേശ് ഹരേ കൃഷ്ണ. അഭിനവ് അനവി ഹരേ കൃഷ്ണ. അനവിയുടെ മൊട്ടയടിക്കണം. ഹരേ കൃഷ്ണ. രാശി ഹരേ കൃഷ്ണ. രാഹുൽ ഹരേ കൃഷ്ണ. അഭിജിത്ത് ഹരേ കൃഷ്ണ. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 10, 9, 8,